നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കെ സുരേന്ദ്രൻ ചേട്ടൻ്റെ ഒന്ന് രണ്ട് പ്രസ്താവനകളെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചുമാണ്. കുറേ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ചില പ്രതികരണങ്ങളാണ് സുരേന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തൃശ്ശൂരെ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിനും CPM-നും ഒരേപോലെ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ടാണ് സുരേന്ദ്രേട്ടൻ മറുപടി കൊടുത്തത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മറുകണ്ഠം ചാടി മുസ്ലിം ലീഗിൻ്റെ തിണ്ണനിരങ്ങി നടക്കുന്ന സന്ദീപ് വാര്യർക്ക് വയറ് നിറച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം BJP-യുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റായ സന്ദീപ് വചസ്പതിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഹാസ്യരൂപേണയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് കെ സുരേന്ദ്രൻ ചേട്ടനാണ് മറുപടി കൊടുത്തേക്കുന്നത്. സന്ദീപ് വചസ്പതിയും മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കെ സുരേന്ദ്രൻ ചേട്ടൻ കൊടുത്ത മറുപടി നല്ല അടിപൊളി മറുപടിയാണ്. കാര്യം പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കരുതെന്നാണ് സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പന്നികളുമായിട്ട് ഗുസ്തി പിടിച്ചാൽ ദേഹത്ത് ചെളി പുരളുന്ന കാര്യവും അതുപോലെ തന്നെ ഗുസ്തി പിടിക്കാനാണ് പന്നികളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം വേറെ ആരെയല്ല, സന്ദീപ് വാര്യർ തന്നെയാണ് സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം, സുരേന്ദ്രൻ ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള മറുപടികൾ സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനടക്കമുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഒരു കാലത്ത് സുരേന്ദ്രൻ ചേട്ടൻ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ കേട്ട് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനായി മാറിയ ആളാണ് ഞാൻ നല്ല ആ ഒരു കാലഘട്ടത്തിലുള്ള മിക്ക BJP പ്രവർത്തകർക്ക് ഒരു ആവേശമായിരുന്നു സുരേന്ദ്രൻ ചേട്ടൻ. പക്ഷേ പുള്ളിക്കാരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റതിന് ശേഷം അങ്ങ് വളരെ വ്യത്യസ്തനായിട്ട് അതിൽ നിന്നൊക്കെ മാറി എന്താ പറയേണ്ടത്, ഇങ്ങനെയുള്ള ഒരു മറുപടികളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു 3-4 ദിവസമായിട്ട് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായ സന്തോഷം. BJP-യുടെ ഭാഗത്ത് ഇതാണ് മറുപടി, ഇതാണ് സുരേന്ദ്രൻ ചേട്ടനിൽ നിന്നൊക്കെ വരേണ്ടത്. എന്തായാലും സന്ദീപ് വാര്യർക്ക്, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക്, CPM-മാർക്ക് എല്ലാവർക്കും ഇനിവേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വരെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അദ്ദേഹം തൃശ്ശൂർ വെല്ലുവിളി, ഇവന്മാരുടെയൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂർ മത്സരിക്കാൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത BJP അറിയിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അദ്ദേഹം ജയിക്കും. തൃശ്ശൂർ ഒരു സംശയം വേണ്ട, സുരേന്ദ്രൻ ചേട്ടൻ തൃശ്ശൂർ നിയമസഭയിൽ നിന്ന് ജയിക്കുക തന്നെ ചെയ്യും, ജയിപ്പിക്കും അവിടുത്തെ ജനത. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സുരേന്ദ്രൻ ചേട്ടൻ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. അതിൽ വളരെ വലിയ സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.